അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട കുട്ടികളെ, നാളത്തെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയായിരിക്കും എന്നൊരു പ്രഡിക്ഷൻ മാത്രമാണ് ഈ ഒരു വീഡിയോ. നാളത്തെ പരീക്ഷയ്ക്ക് ഒന്നാമത്തെ ചോദ്യം നഖറ അൽ ഫിക്ര വ നുജീബ് അനിൽ അസ്ഇലത്തിൽ ആത്തിയ എന്നുള്ളതായിരിക്കും. നൽകിയിട്ടുള്ള പാരഗ്രാഫ് വായിക്കുക, താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക. പാരഗ്രാഫ് നല്ല രീതിയിൽ വായിച്ച് അതിൽ നിന്ന് ഉത്തരങ്ങൾ കണ്ടെത്തുന്ന രീതിയിലുള്ള ചോദ്യമായിരിക്കും ഒന്നാമത്തത്. രണ്ടാമത്തേത് ഒരു ഹിവാറായിരിക്കും, ഒരു സംഭാഷണമായിരിക്കും. ഒന്നുകിൽ ഒരു വൃദ്ധനും ഒരു കുട്ടി ഒരു വിദ്യാർത്ഥിയും തമ്മിലുള്ള സംഭാഷണം എന്നുള്ള രീതി, അല്ലെങ്കിൽ ഒരു പ്രായം ചെന്ന ആളും ഒരു കുട്ടിയും തമ്മിലുള്ള സംഭാഷണം എന്നിങ്ങനെയുള്ള സംഭാഷണങ്ങളാണ് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത്. മറ്റൊന്ന് നുഇദുൽ ലായിഹാത്ത്, പ്ലക്കാർഡുകൾ, പോസ്റ്ററുകൾ തയ്യാറാക്കുവാനുള്ള ഒരു ചോദ്യം നാളത്തെ പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. നാലാമതായിട്ട് ഒന്നുകിൽ പ്രധാനപ്പെട്ട ഓഫീസുകൾ അൽ മക്കാത്തിബ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഷെക്കലുകൾ അഷ്കാൽ രൂപങ്ങൾ ഏതൊക്കെയാണ്, ഇതിലേതെങ്കിലും ഒന്ന് നാളത്തെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. മറ്റൊന്ന് ഖിർത്വാസിയാണ്. ഖിർത്വാസിയ എന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട ഒരു നമ്മൾ സ്റ്റേഷനറി കടയിൽ പോയി അവിടുന്ന് ബില്ല് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ആ ഭാഗത്ത് നിന്ന് പരീക്ഷയ്ക്ക് വരുമെന്ന് ഷുവറായിട്ടുള്ള ഒരു ചോദ്യമാണ്. ഒരു മൽനൂമ്, ഒരു കവിത പരീക്ഷയ്ക്ക് വരും. ഒരു കവിത പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പ്രധാനപ്പെട്ട കവിതകൾ നിങ്ങൾ നോക്കി വെച്ചിട്ട് ചെറിയ കവിതകൾ പൂരിപ്പിക്കാനുള്ള രീതിയിലായിരിക്കും ചോദ്യം ഉണ്ടായിരിക്കുക. ഏഴാമത്തത് ഷംസുൽ മുഫ്രദാത്ത്, അപ്പോൾ മുസ്തശ്വയുമായി ബന്ധപ്പെട്ട പദങ്ങൾ ഏതൊക്കെയാണ്, അതുമായി ബന്ധപ്പെട്ട ഒരു പദസൂര്യം ഫില്ല് ചെയ്യാനുള്ള, ഒരു പദസൂര്യം പൂർത്തിയാക്കുവാനുള്ള ഒരു ചോദ്യം നാളത്തെ പരീക്ഷയ്ക്ക് ഉണ്ടായിരിക്കും. അവസാനത്തേത് ദിവസങ്ങൾ. യൗമുൽ ആലമീൻ ലുആത്തിൽ അറബിയ എന്നാണ് ഡിസംബർ 18. യൗമുൽ ഈദുൽ അത്ഫാൽ ശിശുദിനം എന്നാണ് ശിശുദിനം നവംബർ 14. ഈ രീതിയിൽ യൗമുൽ ഇസ്തിഖ്ലാൽ ഹിന്ദ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനം എന്നാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനം ആഗസ്റ്റ് 15. ഈ രീതിയിലുള്ള ദിനങ്ങളും തീയതികളും ആയി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നാളത്തെ പരീക്ഷയ്ക്ക് ഉണ്ടാവും. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഈ പറയുന്ന 8ൽ 6 കാര്യങ്ങളായിരിക്കും നാളത്തെ പരീക്ഷയ്ക്ക് ചോദിക്കുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഇതൊരു പ്രവചനം മാത്രമാണ്. നമ്മുടെ പ്രവചനങ്ങൾ ശരിയാകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. വീണ്ടും കാണാം. അതുവരേക്കും മഅസ്സലാം.